എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ സോൾട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ഒരു ക്ലെൻസിങ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഏജൻ്റ് ആയിട്ടാണ് സോൾട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴൊക്കെ എനർജി നമ്മൾ ഡൗൺ ആയിട്ട് തോന്നുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഈ സോൾട്ടിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ആകെ ഒന്ന് സ്റ്റക്കായി പോകുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയുന്നില്ല, പെട്ടെന്ന് നമുക്ക് എനർജി പോയ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സാൾട്ട് ബാത്ത് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കൊരു സാൾട്ട് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും നമുക്കൊരു എനർജി ചേഞ്ച് വേണം. ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റും നിൽക്കുന്നത് പോലെ നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും. എന്തൊക്കെയോ പ്രശ്നമുണ്ട്, നമ്മുടെ മനസ്സിന് പ്രശ്നമുണ്ട്, നമ്മുടെ ചുറ്റുപാടിന് പ്രശ്നമുണ്ട്, എന്തൊക്കെയോ ഒരു നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ സോൾട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ ഒരു ക്ലെൻസിങ് ഏജൻ്റാണ് ഈ സോൾട്ട് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് പോസിറ്റിവിറ്റീനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. നെഗറ്റിവിറ്റി മാറ്റിയിട്ട് പോസിറ്റിവിറ്റീനെ അട്രാക്ട് ചെയ്യാനുള്ളൊരു പവർഫുൾ കഴിവുണ്ട് ഈ സോൾട്ടിന്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് സോൾട്ട് ബാത്ത്. അതുപോലെ തന്നെ സോൾട്ട് സ്പ്രേ ആയിട്ട് അടിക്കാം, സോൾട്ട് ഇങ്ങനെ വെതറിയിടാം, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ വീടിൻ്റെ ഓരോ കോർണറിൽ വെക്കുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് സോൾട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. സോ അത് മാത്രമല്ല, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിച്വൽസ് വരെ ഈ സോൾട്ട് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഒരു മാനിഫെസ്റ്റേഷനും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സംഭവം വരാൻ പോകുന്നു, ഒരു ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ടേണിംഗ് പോയിന്റ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ രണ്ട് കാര്യത്തിനോ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. തുടങ്ങേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണിത്. അതായത് നമ്മൾ ഉള്ളിലെ ഒരു പ്യൂരിഫിക്കേഷൻ നടത്താൻ പോവുകയാണ്. നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ മാറ്റിമറിക്കുക, നമ്മൾ ഓറ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ്. അതിലാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വളരെ നേരത്തെ എണീക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കുറേ കേട്ടാലേ ഒരിക്കലെങ്കിലും നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ നേരത്തെ എഴുന്നേറ്റിട്ടുള്ള നല്ലൊരു സമയം, നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ച് പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് ഉടനെ വേഗം ബെഡിൽ നിന്ന് എണീക്കാതെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് നല്ല സ്മൈലിംഗ് ഫേസ് എപ്പോഴും കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കണം. എഴുന്നേറ്റ ഉടനെ മാത്രമല്ല, നിങ്ങൾ എപ്പോഴൊക്കെ മിറർ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോൾ ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും ഒന്ന് മിറർ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുക. നമ്മൾ തന്നെ ചിരിക്കുന്നത് കാണും. അഥവാ ചിരി വന്നിട്ടുള്ള ചിരിയല്ല, വെറുതെ ഇങ്ങനെ ആക്കിയാലും മതി, ഈ ഒരു പൊസിഷൻ വെച്ചാലും മതി. കുറച്ച് നേരം വെക്കുമ്പോൾ നമ്മുടെ ഒരു സ്ഥായിഭാവം അതിലേക്ക് മാറും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു ഹാപ്പി മൂഡിലേക്ക് മാറും, ഒരു പ്ലസൻ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ സ്മൈലിംഗ് ഫേസ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ എല്ലാ ഒരു റുട്ടീൻസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്താണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന്. സോ ഇങ്ങനെ എഴുന്നേറ്റ് ഉടനെ നമുക്ക് ഒരു സോൾട്ട് വേണം അല്ലേ. സോൾട്ട് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നർ, ഗ്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു പാത്രം, ഇതുപോലെ ഒരു ഡബ്ബ മതി. ഇതിൽ സോൾട്ട് എടുക്കണം, ഒരു സ്പൂണോ അങ്ങനെ വല്ല ഒരാൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സോൾട്ട് എടുത്തിട്ട് വെക്കുകയാണ് വേണ്ടത്. ഈ സോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ റിച്വൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. ഇത്രയും മതി. നമ്മൾ ഈ സോൾട്ട് വാട്ടർ ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ റിസൾട്ടിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഫെയ്ത്താണ് ആദ്യം വേണ്ടത്. ആ ഒരു അത്രയും വിശ്വാസത്തോടെ വേണം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് സ്മൈലിംഗ് ഫേസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പറയും, ഓക്കെ ഞാൻ റെഡി ആയിരിക്കുകയാണ്, ഞാൻ എല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടി, എൻ്റെ ഡിസൈർസ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയാണ്, യൂണിവേഴ്സ് എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്, എനിക്കെല്ലാം തരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്നുള്ള ഇത് നമുക്ക് വരണം. ആ എനർജി, ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അതിനെല്ലാം റെഡി ആയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെന്നുള്ള പോലെ. അപ്പോൾ നമ്മൾ ഏത് മെത്തഡാണെങ്കിലും, ഇപ്പോൾ 2 കപ്പ് മെത്തഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ നമ്മുടെ ഈ മനസ്സിലേക്ക് ഈ ഒരു രീതിയാണ് വരേണ്ടത്. ആ ഒരു സന്തോഷം വരണം, ആ ഒരു വിശ്വാസം വരണം, എല്ലാം വരണം. അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ വേണ്ടത് ഒരു പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. ഈ പേപ്പറിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേര് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പേര് എഴുതണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ പേരിലല്ലേ പുഷ്പാഞ്ജലിയൊക്കെ. പണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു എന്തിനാ ഇങ്ങനെ പേരൊക്കെ എഴുതുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന്. പക്ഷേ നമ്മുടെ പേരിന് അത്രയ്ക്ക് ഒരു ഇതുണ്ടെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. നമ്മളെ പേര് എഴുതുന്നതിലൂടെ നമ്മൾ അതിലൂടെ ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫുൾ നെയിം ഇവിടെ എഴുതണം. ഫസ്റ്റ് തന്നെ അതാണ് ഞാൻ എഴുതുന്നത്, എൻ്റെ പേര് എഴുതുന്നുണ്ട്.
ഓക്കെ, ഫുൾ നെയിം തന്നെ എഴുതാം. നമ്മുടെ പേരെഴുതി. ഇനി നമ്മളിത് കാര്യമായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, നമ്മളൊരു ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കയറാൻ പോവാം, സ്റ്റേജിലേക്ക് പോകാൻ പോവാം. അത് ഒന്നെങ്കിൽ എക്സാം ആവാം, നമ്മുടെ ജോലി ആവാം, കല്യാണം ആവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അസുഖം മാറാൻ അതിന് വേണ്ടിയിട്ടാവാം, വെൽത്ത് ആവാം, വീടാവാം, എന്തും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതും കൂടി, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് വെക്കണം. അതായത് അട്രാക്ട് ദ വെൽത്ത് ആണെങ്കിൽ ഞാൻ അതാണ് ഇപ്പോൾ എഴുതുന്നത് ഒരു എക്സാമ്പിളായിട്ട്. രണ്ടാമത്തേത് അട്രാക്ട് ദ വെൽത്ത് എന്നെഴുതി, പേര്, നമുക്ക് എന്താണ് വേണ്ടത്. പിന്നെ നെക്സ്റ്റ് എഴുതേണ്ടത് താങ്ക് യു യൂണിവേഴ്സ്. ഇത്രയും മതി. കയ്യിൽ വെച്ച് എഴുതിയത് കൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പേപ്പറിൽ എഴുതേണ്ടത്. ഇതിൽ 3 നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്കത് തന്നതിനുള്ള നന്ദി നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കാണ് വേണ്ടത്. അതിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ അത് യൂസ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ അവരുടെ പേരും വെച്ചിട്ട് എഴുതാൻ പറ്റും. അതിനാണ് ഞാൻ ഈ പേരിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. ഇത് ആർക്കാണ് വേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഈ പേപ്പറും ഉണ്ട്, സോൾട്ട് വാട്ടറും ഉണ്ട്. ഇത് രണ്ടുമാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇത് നന്നായിട്ട് മടക്കി വെക്കണം. വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലോ പുറത്തായിട്ട് ഇങ്ങനെ ഉള്ളിൽ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഇതിനു വേണ്ടി റെഡി ആയി കഴിഞ്ഞു, എല്ലാ പോസിറ്റിവിറ്റി എൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വരികയാണ്, ഞാനിതാ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിതെല്ലാം ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്, എൻ്റെ ഗോൾസിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കംപ്ലീറ്റ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയും, ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു കംപ്ലീറ്റ് ബിലീവോടെ ഇതിലേക്ക് ഇട്ട് വയ്ക്കുന്നു. കുറച്ച് ഞാൻ തന്നു പോയിക്കോളൂ. ഇങ്ങനെ ഇട്ട് വയ്ക്കുക ആൻഡ് ക്ലോസ് ചെയ്യുക. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഡിസോൾവ് ആവുന്നത് പതിയെ പതിയെ കാണാൻ പറ്റും. ഇത് ഒരു ദിവസമാണ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇത് എവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു വൃത്തിയുള്ള ക്ലോത്തോ അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നിട്ട് നിങ്ങളുടെ പൂജാ റൂമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, നല്ല വൃത്തിയും ഒരു നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നത് ഏത് സ്ഥലത്തും ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അതായത് ഒരു 24 hours വേണം ഇത് നിങ്ങൾ വെക്കാൻ വേണ്ടി. നമ്മളിതൊക്കെ ചെയ്തതിന് ശേഷം ഇത് കളയുന്നതിനെ പറ്റി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം, സൂക്ഷിക്കണോ കളയണോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് കടുകോ സോൾട്ടോ ലെമണോ എന്ത് കാര്യമായിട്ടുണ്ടെങ്കിലോ അത് ഫൈനലി എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ഇതൊന്നും സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ എടുത്തിട്ട് വേണം കളയാൻ. എടുത്ത് വലിച്ചെറിയാനല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലോ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ ഒരു മര്യാദയിൽ നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തും വീണ്ടും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പം നാരങ്ങ ആണെങ്കിലും നമ്മൾ ഒഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എല്ലാത്തിടത്തേക്ക് നമ്മളത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ സാധനവും അങ്ങനെയാണ് വേണ്ടത്. വീണ്ടും അത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഉറപ്പായിട്ടും വരും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ഡേ എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരും. സോ അങ്ങനെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അടുത്ത മാസമോ അങ്ങനെ മാസത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും സെയിം ഡേ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല ബ്ലോക്കേജും മാറിക്കിട്ടുന്നതാണ്. അതായത് ഈ നെഗറ്റിവിറ്റി കാരണം നിങ്ങളിലേക്ക് എത്താത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ തൊട്ടടുത്ത് മുന്നിലുണ്ടാവും, നിങ്ങൾ കാണാത്ത കാര്യങ്ങളുണ്ടാവും, ഇങ്ങനെ പലതും നിന്നിട്ടുണ്ടാവും. ഈ ഒരു ബ്ലോക്കേജ് കംപ്ലീറ്റ്ലി മാറ്റാനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഈ റിച്വലിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ എന്ത് ബ്ലോക്കും മാറ്റി കിട്ടാനും നമുക്ക് നെഗറ്റിവിറ്റി മാറി കിട്ടാനും നമ്മളിലേക്ക് സംഗതികളൊക്കെ എത്തിക്കിട്ടാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ യൂണിവേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്തെങ്കിലും രീതിയിൽ അത് ബ്ലോക്കായി കിടക്കുക, എന്തെങ്കിലും ഒരു മറവ് അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിയിട്ട് ആ ഒരു സ്മൂത്ത് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നടത്തുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷന് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബൈ ബൈ.